പുത്തനുടുപ്പും പുള്ളിക്കുടയും പുതിയ ബാഗും അണിഞ്ഞ് നല്ല മിടുമിടുക്കന്മാരായിട്ടാണല്ലോ നാം ആദ്യ ദിവസം സ്കൂൾ എത്തുന്നത്. പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയും കളിക്കേണ്ട സമയത്ത് മാത്രം കളിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ തോറ്റു പോകും. എന്നാൽ നമുക്ക് ഇതിനെപ്പറ്റി ഒരു കഥ കാണാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ എല്ലാവരും വെക്കേഷൻ അടിച്ചു പൊളിച്ചില്ലേ? ഇനി നമുക്ക് 6ാം തരത്തിലേക്ക് പാസ്സായവരുടെ പേര് വിളിക്കാം. കണ്ണപ്പൻ, സജി, മണി, സജിത്ത്, റഹീം, നവാസ്, നാദിറ, നെസി, അഖില, അബ്ദു. കുട്ടനും രഞ്ജിത്തും തോറ്റുപോയല്ലോ. ആദ്യം മുതൽ തന്നെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ജയിച്ചേനെ. ഗുഡ് മോർണിംഗ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ. കഴിഞ്ഞ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? എല്ലാവർക്കും അറിയാൻ താല്പര്യമില്ലേ? വേണം. കണ്ണപ്പ, നീയാണ് കൂടുതൽ മാർക്ക് നേടിയിട്ടുള്ളത്. എല്ലാ വിഷയങ്ങളിലും നീ തന്നെയാണ് മുമ്പിലുള്ളത്. എന്താ കണ്ണപ്പ, സന്തോഷമായില്ലേ? സന്തോഷമായി സാർ, വളരെ അധികം സന്തോഷമായി. അടുത്ത സ്ഥാനം ഇനി ആർക്കാണെന്ന് അറിയണ്ടേ? 80% മാർക്കേ ഉള്ളൂ. എങ്കിലും 2ാം സ്ഥാനം സജിത്തിനാണ്. പരീക്ഷ അടുത്തപ്പോൾ അബ്ദുവിന് പനി വന്നു. നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ 3ാം സ്ഥാനം സജിക്കാണ്. 70% മാർക്കുള്ളത്. ചുമ്മാ പിച്ചാതെ. നിങ്ങൾ നോക്കി എഴുതിയിട്ടുണ്ടാവും, എനിക്കറിയാലോ. അതുകൊണ്ടല്ലേ മാർക്ക് കൂടിയത്. ഓരോരുത്തർക്കും ഓരോന്നിലാ സാമർത്ഥ്യം. എന്താ മണി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഓടുന്ന ബസ്സിൽ ചാടിക്കയറും, നിൽക്കുന്നതിന് മുമ്പ് ചാടി ഇറങ്ങും. ഇതൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുമോ? ഇല്ല, പറ്റില്ല തന്നെ. അതിന് ധൈര്യം വേണം, ധൈര്യം. പേടിത്തൊണ്ടന്മാർക്ക് ഇതൊന്നും പറഞ്ഞതല്ല, വലിയ പഠിപ്പിസ്റ്റ്. വണ്ടി ചാടി കയറി ഉരുണ്ടു വീഴാനുള്ള ധൈര്യം എനിക്ക് വേണ്ട. അതുതന്നെ ഞാൻ പറഞ്ഞതേ, നീ അത്രക്ക് പൊങ്ങണ്ടാന്ന്. പേര് കണ്ണപ്പനല്ലേ, എനിക്ക് 1.5 കണ്ണല്ലേ ഉള്ളൂ. 1000 എന്ന് വിളിക്കാത്തത് നന്നായി. എന്താ മണി, ആദ്യ ദിവസം തന്നെ ഇങ്ങനെയായാലോ? മറ്റുള്ളവർക്കുള്ളതുപോലെ നമുക്കും സാമർത്ഥ്യമുണ്ടാകുന്നത് നന്ന്. മത്സരമാവാം, അസൂയയാവരുത്. നമ്മളെല്ലാവരും നന്നായി പഠിക്കണം. നമ്മുടെ മുദ്രാവാക്യം തന്നെ ആദ്യം പഠനം, പിന്നെ സമരം. സമരമെന്ന് വെച്ചാൽ അടിപിടി ഉണ്ടാക്കലല്ല, മറിച്ച് തിന്മക്കെതിരെയുള്ള പ്രതികരണമാണ് വേണ്ടത്. അതുപോലെ നന്മ സ്ഥാപിക്കാൻ പോരാടലുമാണ്. പിന്നീട് വേണ്ടത് സേവനമാണ്. മറ്റുള്ളവർക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി സേവനം ചെയ്യുക എന്നതാണ് 3ാമത്തെ കർത്തവ്യം. കഴിവിനെ പ്രോത്സാഹിപ്പിക്കണം. കഴിവുള്ളവരെ പരിഹസിക്കുകയോ അവർക്ക് ഉപദ്രവമുണ്ടാക്കുകയോ ചെയ്യരുത്. ഇതെല്ലാം തന്നെ മണി പ്രത്യേകം ശ്രദ്ധിക്കണം. എന്റെ കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കണം. ഞാനൊന്നും ചെയ്തില്ല സാർ. അബ്ദുന് പനിയായതിനാലാണ് സജിക്കും മറ്റു നല്ല സ്ഥാനങ്ങൾ കിട്ടിയതെന്ന് പറയുകയായിരുന്നു. അല്ല, ഇതും പറഞ്ഞെന്തിനാ നീ പിറുപിറുക്കുന്നേ? അബ്ദു അതനുസരിച്ച് കൂടുതൽ പരിശ്രമിച്ച് മുന്നോട്ട് വരും. നല്ല പോലെ പഠിച്ച് കൂടുതൽ മാർക്ക് നേടണമെന്ന് മണിയും വിചാരിക്കണം. ആദ്യം മുതൽ തന്നെ നന്നായി പഠിക്കാൻ ശ്രമിക്ക്, എന്നാലേ കാര്യമുണ്ടാകൂ. ശരി, എല്ലാവരും ഈ ടൈം ടേബിൾ എഴുതിയെടുത്തോളൂ. എന്റെ കയ്യിൽ 2 പേനയുണ്ട്, നീ ഇതുകൊണ്ട് എഴുതിക്കോ. നീ എത്ര നല്ലവനാണ്. നീ എന്നെ നിന്റെ കൂട്ടുകാരനായിട്ട് തന്നെ കരുതി. കണ്ണപ്പ, നീ എന്നോട് നീ എന്തൊക്കെയാണ് മണി പറയുന്നത്? ടൈം ടേബിൾ എഴുതിയെടുക്ക്. എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ ഒന്നും പറയില്ല.
ഗോവിന്ദമാഷ് പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ നല്ലതുപോലെ ജീവിക്കും.